നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ കരിമണൽ കമ്പനിക്കും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്കും വീണ്ടും കനത്ത തിരിച്ചടി ഏൽപ്പിച്ചുകൊണ്ട് നിർണായകമായ നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരിക്കുകയാണ്. SFIO കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകാൻ PMLA പ്രത്യേക കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറ്റൊരു നിർണായകമായ നീക്കം കൂടി നടത്തിയിരിക്കുന്ന ആദായ നികുതി വകുപ്പിനെ കൂടി സമീപിച്ചിരിക്കുകയാണ്. നിലവിൽ കോടതി ഉത്തരവ് ഈ ഒരു SFIO കണ്ടെത്തിയ അന്വേഷണം അതിൻ്റെ രേഖകൾ EDക്ക് നൽകണമെന്നാണ്. ED ആവശ്യത്തെ എതിർത്ത CMRL നിലപാട് തള്ളിക്കൊണ്ടാണ് പ്രത്യേക കോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ട ആ പ്രധാനപ്പെട്ട രേഖകളിലുള്ള വിവരങ്ങളെന്ന് നോക്കാം. അതായത് എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈ രേഖകളിൽ ഉണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട കത്തിടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങളും ഈ രേഖകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീണയുടെ മൊഴി എന്താണ്, CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തപ്പോഴുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള വിവരങ്ങളും ഈ രേഖകളിൽ ഇപ്പോൾ EDക്ക് കിട്ടാൻ പോകുന്ന രേഖകളിലുണ്ട്. വീണയുടെയും എക്സാലോജിക്കിൻ്റെ അക്കൗണ്ട് വിവരങ്ങൾ തുടങ്ങിയവ ED ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് എന്തായാലും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകുക എന്ന കോടതി വിധി അതനുസരിച്ച് ആ വിവരങ്ങൾ EDക്ക് കൈമാറേണ്ടി വരും. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ അന്വേഷണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നതെന്ന് വ്യക്തം. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്കായുള്ള പ്രത്യേക കോടതിയിൽ SFIO നേരത്തെ കുറ്റപത്രത്തിലെ രേഖകൾ സമർപ്പിച്ചിരുന്നു. ഇങ്ങനെ സമർപ്പിക്കപ്പെട്ട 54 വാല്യങ്ങളായുള്ള 134 രേഖകളുടെ അംഗീകൃത പതിപ്പാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടത്. തടസ്സങ്ങളുണ്ടായി CMRLന്റെ ഭാഗത്തു നിന്നും. പക്ഷേ തടസ്സങ്ങളൊക്കെ മറികടന്ന് അല്ലെങ്കിൽ കോടതി വിധി നിർണായകമായി EDക്ക് അനുകൂലമായ ഒരു കോടതി വിധി വന്നിരിക്കുകയാണ്. ആ രേഖകൾ, ആ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറുക എന്ന ഒരു വിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും EDയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് പ്രത്യേക കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് വിട്ടു നൽകരുത് എന്നായിരുന്നു CMRL വാദിച്ചത്. മറ്റൊരു അന്വേഷണത്തിന്റെ ഭാഗമായി സമർപ്പിക്കപ്പെട്ട രേഖകളാണ്, മൊഴികളാണ്. അത് വേറൊരു കേസിന്റെ ഭാഗമായി ഉപയോഗിക്കാൻ പാടില്ല എന്ന CMRL വാദം എന്തായാലും വില പോയില്ല. EDയുടെ അഭിഭാഷകർ CMRL വാദത്തെ ശക്തമായി തന്നെ എതിർത്തിരുന്നു. PMLA കേസുകൾ അന്വേഷിക്കുമ്പോൾ ഇത്തരം രേഖകളെ ആശ്രയിക്കാം എന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വെച്ച വാദം. ഈ വാദം വന്നതോടെ CMRL മുന്നോട്ട് വെച്ച ആ വാദം, അതായത് മറ്റൊരു കേസിൻ്റെ ബന്ധപ്പെട്ട് ശേഖരിച്ച രേഖകളാണെന്ന വാദം അപ്രസക്തമായി. CMRLലും വീണയുമായുള്ള ഇടപാടിൽ എല്ലാ പഴുതുകളും അടച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോടനുബന്ധിച്ചാണ് SFIO രേഖകളും ശേഖരിച്ചിരുന്നത്. ഈ വിഷയത്തിൽ ED അന്വേഷണം നടത്തുന്നതിനെതിരെ CMRL നൽകിയ ഹർജി തള്ളാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചതും SFIOയുടെ കണ്ടെത്തലുകളായിരുന്നു. ഷെഡ്യൂൾഡ് കുറ്റകൃത്യം സംബന്ധിച്ച് SFIO റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യം CMRL ഹർജി തള്ളുന്നതിൽ പ്രധാനമായി. ഈ രേഖകൾ ലഭ്യമാകുന്നതോടെ ഇതുകൂടി ഉൾപ്പെടുത്തിയാകും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വീണയ്ക്കും CMRL ഉദ്യോഗസ്ഥർക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകുന്നത്. എന്തായാലും ചങ്കിടിപ്പ് കൂട്ടിക്കൊണ്ട് ഈ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കൈകളിലേക്ക് എത്തുകയാണ്. EDയുടെ കയ്യിൽ വിവരങ്ങൾ എത്തുമ്പോൾ എങ്ങനെയാണ് ED അതിനെ സമീപിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് EDയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന ചോദ്യമൊക്കെ ഒരു വശത്ത് ശക്തമാവുകയാണ്. കരിമണൽ കമ്പനിയായ CMRL ടി വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് നൽകിയ പണത്തിന്റെ ഉറവിടം കണ്ടെത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദായ നികുതി വകുപ്പിന്റെ സൈബർ ഫോറൻസിക് ഓഡിറ്റിംഗ് വിദഗ്ധരുടെ സഹായം തേടിയിരിക്കുന്നു എന്ന വിവരവും കൂടി പുറത്തുവരികയാണ്. ദുബായിലെ ചില ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും ന്യൂഡൽഹിയിലെ UAE എംബസിയുടെ സഹായം തേടി. ഇതേ കേസ് അന്വേഷിച്ച സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇതേ അക്കൗണ്ടുകൾ നേരത്തെ പരിശോധിക്കാൻ നടത്തിയ ശ്രമങ്ങൾ UAEയിലെ ഒരു പ്രവാസി വ്യവസായിയുടെ ഇടപെടൽ കാരണം പരാജയപ്പെട്ടിരുന്നു. ആരാണ് ആ പ്രവാസി വ്യവസായി എന്ന ചോദ്യം ഒരു വശത്ത് നിൽക്കവേ, എന്തായാലും ശക്തനായ ഒരു പ്രവാസി വ്യവസായിയുടെ ഇടപെടൽ കാരണമാണ് ആ ഒരു നീക്കം തടസ്സപ്പെട്ടത്. കേസ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും SFIOയുടെയും ഉദ്യോഗസ്ഥർ നടത്തിയ സംയുക്ത മീറ്റിംഗിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഈ സാഹചര്യത്തിലാണ് അന്വേഷണത്തിനു വേണ്ടി വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും UAE എംബസിയുടെ സഹായം തേടാൻ ED ഡയറക്ടർ രാഹുൽ നവീൻ നിർദ്ദേശം നൽകിയത്. വീണ വിജയന്റെയും CMRL മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്തയുടെയും മൊഴികളിൽ അവർക്ക് ബാങ്ക് ലോക്കറുകൾ ഉള്ളതായി വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ 2 വർഷം മുൻപ് വരെ ഇവർ സ്ഥിരമായി തുറന്നിരുന്ന 7 ബാങ്ക് ലോക്കറുകളുടെ വിവരങ്ങൾ EDയുടെ പരിശോധനയിൽ കണ്ടെത്തി. ഈ ലോക്കറുകൾക്ക് ഇവരുമായി ബന്ധപ്പെട്ടവരും ഇപ്പോഴും കൃത്യമായി ലോക്കർ ഫീസ് കൊടുക്കുന്നതായുള്ള കണ്ടെത്തലാണ്
നടപടിയാണ് അന്വേഷണത്തിൽ ഏറെ നിർണായകമായി വഴിത്തിരിവായി മാറിയത്. മാത്രമല്ല, ഇത് കൂടാതെ 2 കമ്പനികളുടെ ഉടമകൾക്കും ഉദ്യോഗസ്ഥർക്കും കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ വകുപ്പ് 50 പ്രകാരം സമൻസ് അയക്കുക എന്നതായിരുന്നു ഇഡിയുടെ നീക്കം. ഈ വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ സമൻസ് നൽകിയാൽ ഇഡി ആവശ്യപ്പെടുന്ന രേഖകൾ ഹാജരാക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കക്ഷികൾക്ക് കഴിയില്ല. ഒരു സിവിൽ കോടതി നൽകുന്ന സമൻസിന് തുല്യമായ നിയമസാധുത ഇതിനുണ്ട്. ഇതുപ്രകാരം ഹാജരാകുന്നവരുടെ മൊഴികൾ സത്യം ചെയ്യിച്ച ശേഷം രേഖപ്പെടുത്തിയാൽ വിചാരണ ഘട്ടത്തിൽ തെളിവായി സമർപ്പിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കും. അതേസമയം CMRLന് പ്രതിഫലമായി കിട്ടിയ 2 കോടി രൂപയുടെ 45 ലക്ഷം രൂപ ശശിധരൻ കർത്തായുടെ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയായ എംപവർ ഇന്ത്യ ലിമിറ്റഡിലേക്ക് വീണ കൈമാറിയിരുന്നതിന് തെളിവായി എക്സാലോജിക് കമ്പനിയുടെ ബാങ്കിംഗ് രേഖകൾ പുറത്തു വന്നിരുന്നു. CMRL നിന്ന് ഓരോ തവണ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ പണം എത്തുമ്പോഴും 4 മുതൽ 21 ദിവസം വരെയുള്ള ഇടവേളയിൽ ഈ തുക എംപവർ ഇന്ത്യക്ക് കൈമാറിയിരുന്നതായി SFIO റിപ്പോർട്ടിനൊപ്പം ചേർത്ത ചാർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വീണയ്ക്ക് 2 തവണയായി ശശിധരൻ കർത്ത നൽകിയ 50 ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചു കിട്ടാനായി പൊതുമേഖലാ കമ്പനിയായ CMRLനെ ഉപയോഗപ്പെടുത്തിയെന്ന് തെളിയിക്കുന്നതാണ് ഈ രേഖകൾ. കർത്തായുടെ കടം വീട്ടിയതിനു പുറമെ 2 കോടി രൂപ വീണയുടെ എക്സാലോജിക്കിന്റെ കയ്യിലുമെത്തി. 2019 ഫെബ്രുവരി വരെ എക്സാലോജിക്കിനും 2020 വരെ വീണയ്ക്കും CMRL പ്രതിഫലം നൽകിയിരുന്നു. എന്നാൽ 2020-21 വർഷം കമ്പനി നഷ്ടത്തിലാവുകയും അത് അടച്ചുപൂട്ടുകയും ചെയ്തു. CMRL നിന്ന് കിട്ടിയ 2 കോടി രൂപ വീണ കമ്പനിയുടെ ബിസിനസ് വളർച്ചയ്ക്ക് ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ എവിടെ പോയി ഈ പണം എന്ന ചോദ്യവും ഇഡി അന്വേഷണ വിധേയമാക്കുന്നുണ്ട്. വീണയ്ക്ക് 5 ലക്ഷം രൂപയും വീണ മാത്രം ഉടമസ്ഥയായ എക്സാലോജിക് കമ്പനിക്ക് 3 ലക്ഷം രൂപയുമായിരുന്നു ഓരോ മാസവും CMRL നൽകിയിരുന്ന പ്രതിഫലം. അതായത് മൊത്തം 8 ലക്ഷം രൂപ. എക്സാലോജിക്കുമായി CMRL കരാറിലെത്തിയത് 2017 തുടക്കത്തിലാണ്. ആ വർഷം മെയ് മുതൽ 2019 ജനുവരി വരെ CMRL നിന്ന് കിട്ടിയ പ്രതിഫലമാണ് എക്സാലോജിക് നേരെ എംപവർ ഇന്ത്യയിലേക്ക് കൈമാറിയത്. മെയ് 4 അക്കൗണ്ടിൽ ആദ്യ പ്രതിഫലമായി എത്തിയ 3 ലക്ഷം രൂപ മെയ് 9 തന്നെ മാറ്റി. ഇങ്ങനെ ഏതാനും ദിവസങ്ങളുടെ ഇടവേളയിൽ തുക കൈമാറിക്കൊണ്ടിരുന്നുവെന്നാണ് ചാർട്ടിൽ നിന്നും വ്യക്തമാകുന്നത്. CMRLൽ ആദായ നികുതി റെയ്ഡ് നടന്ന 2019 ജനുവരി വരെ തുക കൃത്യമായി എക്സാലോജിക്കിന് നൽകി. അപ്പോഴേക്കും 45 ലക്ഷം രൂപ എംപവർ ഇന്ത്യയിലേക്ക് മാറ്റി. CMRLുമായി കരാർ വയ്ക്കുന്നതിനു മുൻപ് 2016 നവംബറിൽ എക്സാലോജിക് 4 ലക്ഷം രൂപ തിരിച്ചടച്ചത് കൂടി ചേർത്താൽ 49 ലക്ഷം രൂപ എക്സാലോജിക്കിൽ നിന്ന് എംപവറിന് തിരിച്ചടവ് കിട്ടി. 12% പലിശയ്ക്കാണ് 50 ലക്ഷം എക്സാലോജിക് വായ്പ നൽകിയിരുന്നത്. റെയ്ഡ് നടന്നില്ലായിരുന്നുവെങ്കിൽ പലിശ കൂടി CMRLന്റെ ചെലവിൽ എക്സാലോജിക്കിൽ ഈടാക്കാൻ കർത്തായുടെ എംപവർ കമ്പനിക്ക് സാധിക്കുമായിരുന്നു എന്നതടക്കമുള്ള നിർണായക വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്.